नहमदुहु व नस्तईनुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व नशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु व नशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अला दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न अस्तक़ल कलामि कलामुल्लाह व खैरल हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु बिदअतिन ज़लाला व कुल्लु ज़लालतिन फिन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिहि व ला तमूतुन्न इल्ला व अंतुम मुस्लिमून। സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾക്കൊരു കുട്ടിയുണ്ടാവുകയും ആ സമയത്ത് വിശ്വാസിയായ നമ്മൾ അറിയുകയും ആചരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ പിൻപറ്റേണ്ട പ്രവാചകചര്യയെക്കുറിച്ച്, അറിയാതെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഖുതുബകളിൽ സൂചിപ്പിക്കണമെന്നാണ് വബില്ലാഹി തൗഫീഖ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ആമുഖമെന്നോണം ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പലപ്പോഴും നമ്മൾ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തതോ അല്ലെങ്കിൽ അമൂല്യമായി കണക്കാക്കേണ്ടതോ ആയ വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ അല്ലാഹ് വാപ്പയാക്കി, ഉമ്മയാക്കി, വല്യാപ്പയാക്കി, വല്യമ്മയാക്കി എന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അല്ലാഹ് തന്ന അനുഗ്രഹത്തെപ്പറ്റി പറയുമ്പോൾ കണ്ണും കാതും കൈയൊക്കെ പറയണ കൂട്ടത്തിൽ ഈ ലോകത്ത് ഒരു വാപ്പാന്റെയും ഇമ്മാന്റെയും കുട്ടിയായിട്ട് ജീവിക്കാൻ, പേരക്കുട്ടിയായി ഈ നാട്ടിൽ ജീവിക്കാൻ അള്ളാഹു തന്ന അവസരത്തെ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു നിഅമത്തായി, അനുഗ്രഹമായി നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മളൊക്കെ വാപ്പാരാണല്ലോ, ഉമ്മാരാണല്ലോ. ഇത് അള്ളാഹു നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങളിലെ അമൂല്യമായ അനുഗ്രഹമാണ്. പരിശുദ്ധ ഖുർആൻ അത് എങ്ങനെയാ പറയണമെന്ന് അറിയും? വല്ലാഹു ജഅല ലക്കും, അള്ളാഹ് നമ്മക്ക് ഉണ്ടാക്കി തന്നു. ആ വാചകം നമ്മൾ ശരിക്കും അറിയണം കേട്ടോ. അള്ളാഹ് ഉണ്ടാക്കി തന്നു. ട്രീറ്റ്മെന്റിന് പോയാലും, ഗുളിക കുടിച്ചിട്ടാണെങ്കിലും, ചികിത്സയുടെ ഭാഗമാണെങ്കിലും അള്ളാഹ് തന്നതാണ് കേട്ടോ. വല്ലാഹു ജഅല ലക്കും, അള്ളാഹ് നമ്മക്ക് ഉണ്ടാക്കി തന്നു. മിൻ അൻഫുസിക്കും അസ്വാജ, നമ്മൾക്കിടയിൽ നിന്ന് തന്നെ അള്ളാഹു നമ്മക്ക് ഇണയെത്തുന്നു. വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദ, ആ കുടുംബ ജീവിതത്തിലൂടെ അള്ളാഹു നമ്മക്ക് മക്കളെയും പേരക്കുട്ടികളെയും അള്ളാഹ് തന്നു. പടച്ചോൻ തന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? നമ്മൾ നിഅമത്തായി എണ്ണുന്ന കൂട്ടത്തിൽ അത് എണ്ണണം. നമ്മളെ അള്ളാഹ് വാപ്പയാക്കി, ഉമ്മയാക്കി, നമ്മുടെ മക്കളിലൂടെ നമുക്ക് പേരക്കുട്ടികളെ തന്നു എന്നുള്ളത് മക്കളെ മാത്രല്ല, പേരക്കുട്ടികളെയും ഞാനാണ് തന്നത് എന്ന് മനസ്സിലുണ്ടാകണം കേട്ടോ എന്ന് അള്ളാഹ് പറയാണ്. പടച്ചോൻ തന്ന നിഅമത്താണല്ലോ നമ്മുടെ മക്കളും പേരക്കുട്ടികളും. അതുകൊണ്ട് മറ്റൊരേതൊരു നിഅമത്തിനെ പോലെ അള്ളാഹു അത് വ്യത്യസ്തമായിട്ടാണ് പടച്ചോൻ കൊടുത്തിട്ടുള്ളത്. സമ്പത്ത് വ്യത്യസ്തമായി നൽകിയ പോലെ, അധികാരം വ്യത്യസ്തമായി നൽകിയതുപോലെ, റിസ്ക് വ്യത്യസ്തമായി നൽകിയ പോലെ അള്ളാഹു വ്യത്യസ്തമായിട്ടാണ് മക്കളെയും പേരക്കുട്ടികളെയും കൊടുത്തത്. അതും അള്ളാഹ് നമുക്ക് പറഞ്ഞു തരാണ്. യഹബു ലിമൻ യശാഉ ഇനാഥ, ചില ആൾക്കാർക്ക് ഞാൻ പെൺകുട്ടികളെ മാത്രം കൊടുക്കും. അള്ളാഹ് പറയാൻ ഞാൻ കൊടുക്കുന്നതാണ്. അതാ പെണ്ണിന്റെ കുഴപ്പമോ ആണിന്റെ കുഴപ്പമല്ല, സാന്ദർഭികമായിട്ട് പറഞ്ഞു പോകുക കേട്ടോ. വീട്ടിലേക്ക് വന്ന മരോളെ കുഴപ്പമല്ല,
അവനാന്റെ മകന്റെ കുഴപ്പമല്ല, ഞാൻ കൊടുക്കുന്നതാണ്. യഹബുലിമൻ യശാഉ ഇനാസ, ചില ആളുകൾക്ക് ഞാൻ, ചില കുടുംബത്തിൽ ഞാൻ പെൺകുട്ടികൾ മാത്രമായിട്ട് കൊടുക്കും. വയഹബുലിമൻ യശാഉ ദുക്കൂറ, ചില ആൾക്കാർക്ക് ഞാൻ ആൺകുട്ടികളെ മാത്രം കൊടുക്കും. ഒന്നാമത്തെ ആ വീട്ടിൽ ഒന്നാമത്തെ മകന്റെ മുഴുവൻ കുട്ടികളും ഞാൻ ആൺകുട്ടികളാക്കും. എന്നാൽ രണ്ടാമത്തെ കുട്ടിന്റെ മുഴുവൻ കുട്ടികളും പെൺകുട്ടികളായിക്കാരം. ചില തറവാട്ടിൽ അള്ളാഹു പറയാൻ, ഞാൻ ആൺകുട്ടികളെ മാത്രം കൊടുക്കുക, 1-2 പേരിന് മാത്രം ഉണ്ടാവും പെൺകുട്ടികള്. ചില കുടുംബങ്ങളിൽ പെൺകുട്ടികൾ മാത്രമായിരിക്കും. അവർക്ക് ജീവിതത്തിൽ അവസാനത്തെ ഒരു കുട്ടിയായിട്ടേക്കാൻ ചിലപ്പോൾ ആൺകുട്ടിനെ കൊടുക്കുക. അത് ഞാൻ കൊടുക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹ് അവസാനിപ്പിക്കുന്നത് ചിലർക്ക് ഞാൻ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർത്തി നൽകും. 5 കുട്ടികളുണ്ടെങ്കിൽ 2 പെൺകുട്ടിയും 3 ആൺകുട്ടിയും കൊടുക്കും. ഒരു കുടുംബത്തിൽ 3 കുട്ടികൾക്ക് ഞാൻ 3 കുട്ടികളിലൂടെ പേരക്കുട്ടികൾ നൽകുകയാണെങ്കിൽ ആ 3 കുട്ടികളിലും 10 കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ 5 ആയിട്ട് ചിലപ്പോൾ ഞാൻ കൊടുക്കും, 9 1 കൊടുക്കും. അത് ഞാൻ കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ വാക്കെന്താ അറിയോ സഹോദരങ്ങളെ? മക്കളും പേരക്കുട്ടികളും നൽകുക എന്നുള്ളതും നമ്മളെ വാപ്പിയും വെല്ലിയാപ്പിയാക്കുക എന്നുള്ളതും പടച്ചവൻ നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിലെ അമൂല്യമായ അനുഗ്രഹമാണ് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരാൻ. ഇനി ഇതിനെ വെറും ഒരു അനുഗ്രഹമായിട്ട് പടച്ചവൻ പറഞ്ഞു നിർത്തണില്ല. പിന്നെന്താ അറിയോ? അള്ളാഹു നമ്മൾക്ക് മക്കളെ തന്നു എന്നതിന് അള്ളാഹ് പ്രയോഗിച്ച ഖുർആനിന്റെ പ്രയോഗം എങ്ങനെ അറിയോ? യഹബുലിമൻ യശാ, ഞാൻ എനിക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് യഹബു എന്നതിന്റെ അർത്ഥം തരസങ്ങളെ, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, കൂടെ മനസ്സിലുണ്ടാകട്ടോ, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരമാണെങ്കിലും അല്ലെങ്കിലും, നമ്മക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹു അവന്റെ സമ്മാനമായി നൽകുന്നതിനെയാണ് യഹബു എന്ന് പറയാം. മക്കളെ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം ആകണമെന്നില്ല കിട്ടുന്നത്, നമ്മൾ ഉദ്ദേശിച്ച സമയത്താകണമെന്നില്ല കിട്ടുന്നത്. നമുക്കറിയട്ടോ, ചിലപ്പോ നമ്മൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന സമയത്ത് പടച്ചോൻ തരുന്നതായിരിക്കാം. വേണമെന്ന് ആഗ്രഹിച്ച സമയത്ത് കാത്തിരുന്ന് അവസാനം കിട്ടുന്നതാകാം. അള്ളാഹ് പറയാൻ, മക്കളെ ഞാൻ നൽകുന്നത് സാധാരണ ഒരു നിഅമത്തല്ല, യഹബാൻ. യഹബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെട്ട് അവൻ നമ്മൾക്ക് നൽകുന്ന ഗിഫ്റ്റാണ് മക്കൾ. നമ്മൾ വല്യാപ്പയാകാൻ പറഞ്ഞ അള്ളാഹു നൽകുന്ന ഗിഫ്റ്റാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ള കൊടുത്ത അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞെടുത്ത് അള്ള പറഞ്ഞ വാക്കെന്തറിയോ? വവഹബ്നാ ലഹു, ഞാൻ ഇബ്രാഹിം നബിക്ക് ഗിഫ്റ്റായി കൊടുത്തു. ആരെ? ഇസ്ഹാഖ് എന്ന മകനെ, യഅഖൂബ് എന്ന പേരക്കുട്ടിയെയും. സഹോദരങ്ങളെ, അതുകൊണ്ട് ആദ്യത്തെ തിരിച്ചറിവ്, നമ്മുടെ വിഷയത്തിന്റെ മർമ്മം, നമ്മളെ വാപ്പയാക്കി നമ്മൾക്ക് നമ്മളെ മക്കളാക്കി എന്നത് പടച്ചവൻ നമ്മളെ അനുഗ്രഹിച്ച് അള്ള തന്ന സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അതിന് നമ്മളുടെ മനസ്സിൽ പടച്ചവനോട് അൽഹംദുലില്ലാ എന്ന് ദിവസത്തിൽ പറയണം, ബോധ്യമുണ്ടാകണം. എന്തെന്നറിയോ? ഞങ്ങൾ ഒന്നിച്ച് കല്യാണം കഴിച്ച് സന്തോഷം പങ്കിട്ടത് കൊണ്ട് മാത്രം അല്ല മക്കളുണ്ടായത്. കുറച്ചു കാലം മക്കളില്ലാത്തതിന്റെ പേരിൽ ഉയർന്ന ട്രീറ്റ്മെന്റ് നടത്തിയതിന്റെ പേരിൽ മാത്രമല്ല മക്കളുണ്ടായത്. 1-2 ആളുകളുടെ നിർദ്ദേശപ്രകാരം ഒന്നിച്ച് ജീവിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, അതിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ വാപ്പയായതും ഞാൻ ഉമ്മയായതും ഞാൻ മകനായി ജനിച്ചതും ഞാൻ പേരക്കുട്ടിയായി ജനിച്ചതും എന്ന ബോധ്യം അള്ളാഹു നമ്മുടെ മനസ്സിൽ ആദ്യം ഉറപ്പിച്ചു നൽകുകയാണ്. ശേഷം അള്ളാഹു നമ്മളോട് പറഞ്ഞ വാചകം എന്താ അറിയൂ? പടച്ചോൻ നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ആണല്ലോ മക്കൾ എന്ന് പറയുന്നത്. എങ്കിൽ ആ മക്കളെ കൂടുതൽ സ്വീകരിക്കുന്നതിനെ അള്ളാഹ് പ്രോത്സാഹിപ്പിച്ചു. ആ മക്കളെ കൂടുതൽ സംരക്ഷിക്കുന്ന മനസ്സിനെ അള്ളാഹു പുണ്യമാക്കപ്പെട്ട മനസ്സാക്കി അള്ളാഹു പഠിപ്പിച്ചു തന്നു. നോക്കൂ നിങ്ങൾ, നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുമ്പം അള്ളാന്റെ വാക്കാട്ട്, റസൂലുള്ളാഹിന്റെ വാക്കാണ്, 2 കുട്ടികൾ ബാപ്പ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വാപ്പാക്കും ആ ഉമ്മാക്കും അള്ളാഹു ബർക്കത്ത് കൊടുക്കുക 3-4 കുട്ടികൾ വിളിക്കാൻ, ബാപ്പ എന്ന് വിളിക്കാൻ ഉണ്ടാകുന്നതിനെയാണ് എന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചെന്നു. നമ്മളെ ബോധ്യത്തിലേക്ക് വരേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രയാണോ നമ്മൾക്ക് അള്ളാഹു നൽകുന്ന ശേഷി പ്രകാരം, നമ്മുടെ തോക്കത്ത് പ്രകാരം നമ്മളെ വിളിക്കാൻ, നമ്മുടെ കൂടെ നിൽക്കാൻ, വാപ്പാക്ക് ഒരു അസുഖം ഉണ്ടാകും, ബാപ്പ ഞങ്ങളുണ്ട് എന്ന് പറയാൻ, കൂടുതൽ മക്കൾ ഉണ്ടാകുന്നതിനെ, ഉമ്മച്ചിയെ വിഷമിക്കണ്ടോ പ്രാർത്ഥിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയാൻ കൂടുതൽ മക്കൾ ഉണ്ടാകുന്നതിനെ അള്ളാഹു പുണ്യമാക്കി, പ്രതിഫലാർഹമാക്കി, ഈമാനിന്റെ ഇസ്ലാമിന്റെ അടയാളമാക്കി നമുക്ക് പറഞ്ഞു തന്നു. കല്യാണം കഴിക്കുന്ന വിഷയത്തിൽ പ്രവാചകൻ പറഞ്ഞ സുപ്രസിദ്ധമായ ഹദീസില്ലേ, എന്താ പ്രവാചകൻ പറഞ്ഞത്? തസബ്ബജു അൽ വദൂദ അൽ വലൂദ്, സ്നേഹിക്കുന്ന, ഒരുപാട് മക്കൾക്ക് ഉമ്മയാകാൻ കഴിയുന്ന
നല്ല ഒരു സഹോദരിയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. നബിന്റെ വാക്ക് എന്താ അറിയോ? നാളെ പരലോകത്ത് ഓരോ നബിമാരുടെ കൂടെ അവരുടെ അനുയായികൾ ഉണ്ടാവും. നബി പറയണം, നമ്മളോട് പറയണം, പ്രിയപ്പെട്ട അനുയായികളെ, നാളെ പരലോകത്ത് മുഹമ്മദ് നബിയുടെ പിന്നിൽ നിങ്ങളും നിങ്ങളുടെ അഗണ്യകോടി നിങ്ങളുടെ മക്കളും ഒരുമിച്ചുണ്ടാകണം. അമ്പിയാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉണ്ടാകുന്ന പ്രവാചകൻ ഞാനായി മാറണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായി അനുഗ്രഹമായി നിങ്ങളുടെ മക്കൾ വർധനവായിട്ടുണ്ടാകട്ടെ. അതിന്റെ അർത്ഥം എന്താ അറിഞ്ഞങ്ങളെ? നമ്മൾക്ക് കൂടുതൽ മക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞത് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. സാന്ദർഭികമായ ഒരു കാര്യം പറയാൻ കൂടെ ചേർത്ത് വായിക്കാൻ, നമ്മുടെ മനസ്സിൽ ചേർത്ത് വായിക്കാൻ, ഇദാ മാത്തൽ ഇൻസാൻ, നമ്മൾ മരിച്ചാൽ, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഇൻഖത അമലുഹു, അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു. പിന്നെ ഖബർക്കും പരലോകത്തും കൂലി കിട്ടുക എന്താണ്? 3 കാര്യങ്ങളാണ്. അതിലൊന്നെന്താണ്? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അല്ലെങ്കിൽ നല്ല മക്കളുടെ പ്രാർത്ഥന മാത്രമാണ് കിട്ടുക? അല്ല, അൽ അഅ്മാലു സ്വാലിഹ, മുഴുവൻ സൽക്കർമ്മങ്ങളും എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? നമ്മൾ ഖബറിലേക്ക് എത്തി, നമുക്ക് 5 മക്കളാന്ന് കരുതുക. 5 മക്കൾ, ആ 5 മക്കളും വെള്ളിയാഴ്ച ജുമാക്ക് വന്നാൽ 5 മക്കളും വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാക്ക് കൂടിയതിന്റെ കൂലി ഖബറിൽ നിന്ന് നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയും. ആ 5 മക്കളും ജമാഅത്തായി നിസ്കരിച്ചാൽ ഓരോ മക്കളുടെയും 27 ഇരട്ടിക്കൂലി അവർക്ക് കുറയാതെ ഖബറിൽ നിന്ന് നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയും. പുണ്യമായിട്ട് നമുക്ക് കിട്ടും. ആ 5 മക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പള്ളിയിൽ നിന്ന് 1000 റുപ്യ ഒരാൾ 1000 റുപ്യ സ്വതക്ക കൊടുത്താൽ, 1000 റുപ്യ കൊടുത്താൽ അള്ളാഹു അയാൾക്ക് എഴുതി വെക്കുക 7 ലക്ഷം റുപ്യ സ്വതക്ക കൊടുത്തുന്നാണ്. 1000 റുപ്യ കൊടുക്കുന്ന ഒരാൾക്ക് അല്ല എഴുതിയൊക്കെ 7 ലക്ഷമാണ്, 700 ഇരട്ടിയാണ്. എങ്കിൽ 5 മക്കൾ കൊടുക്കുന്നതോടുകൂടി 35 ലക്ഷം രൂപ സ്വതക്ക കൊടുത്തതിന്റെ കൂലി ഖബറിന്ന് ആസ്വദിക്കാൻ കിട്ടും. ആർക്ക് കിട്ടുമോ ഞങ്ങളെ? ആർക്ക് കിട്ടുമറിയോ? അവനവൻ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് വർധനവുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും നമ്മളതിനു വേണ്ടി പരിശ്രമിക്കുകയും അവരെ നന്നായി വളർത്തുകയും ചെയ്യുന്ന ഒരു വാപ്പാക്കും ഉമ്മാക്കും കിട്ടും. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം, ആഗ്രഹമായിട്ടുണ്ടാകണം, ചിന്താഗതിയായി. അതുകൊണ്ടാണ് ഇതൊരു ബേസാണ് പറയുന്നത്. ചിന്താഗതിയായിട്ടുണ്ടാണ്. എന്താ അറിയോ? കുറഞ്ഞ മക്കളെക്കാൾ കൂടുതൽ ഇസ്ലാമിൽ, പ്രവാചകനിൽ, അള്ളാഹുവിൽ ഇഷ്ടമുള്ളത്, ബർക്കത്തുള്ളത്, പ്രതിഫലാർഹമായിട്ടുള്ളത് കൂടുതൽ മക്കളാണ് എന്ന ബേസെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് പരലോകത്ത് എത്തുന്ന ഒരു വാപ്പാനി ഇമ്മാനി അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പരലോകത്ത് നമ്മളെ പറ്റി ആലോചിക്കാം. പരലോകത്ത് ഒരു വാപ്പിയും എത്തി അയാളുടെ അമലുകൾ, നമ്മുടെ അമലുകൾ അള്ളാഹു ഇങ്ങനെ പരിശോധിപ്പിച്ചിട്ട് നമ്മളോട് ചോദിക്കും, തിന്മയുടെ ബാണ്ഡത്തെക്കാൾ കുറവാണല്ലോ നന്മയുടെ ബാണ്ഡം, എവിടേക്കാണ് എത്തുക എന്നതിനെ കുറിച്ച് അറിയില്ലേ? കണ്ണിന്റെ കൃഷ്ണമണി കണ്ട നാളത്തിലേക്ക് എത്തുമാറ് ഭയചകിതനായി നമ്മൾ അല്ലാണ്ട് പറഞ്ഞ വാചകണ്ട്. പടച്ചോനെ, അമലു സ്വാലിഹാത്തുകൾ ചെയ്യാൻ നേരില്ലാത്തോണ്ടാ പടച്ചോനെ, അറിവില്ലാത്തതുകൊണ്ടാ പടച്ചോനെ, ഞാൻ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കട്ടപ്പെടുന്ന സമയത്ത് പടച്ചോനെ എനിക്ക് നേരില്ലാത്തതുകൊണ്ടാണ്, പുറത്തു തരണം പടച്ചോനെ. ആ സമയത്താണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 2 ഉഹുദ് മലയോളം നന്മകൾ അയാളുടെ നന്മയുടെ ഭാഗത്ത് വന്ന് കനം തൂങ്ങുകയും, ഹദീസിൽ വന്ന വാക്കെന്തറിയോ? ഇന്നർ റജുല ലതുർഫഉ ദറജതൻ ജന്ന, സ്വർഗത്തിലേക്ക് അയാളുടെ ദറജ അല്ലാഹു ഉയർത്തുകയും ചെയ്യും. നരകത്തിലേക്ക് എത്തും എന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന നമ്മളെ പടച്ചോൻ സ്വർഗത്തിലാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾ അല്ലാഹുവിനോട് സന്തോഷം കൊണ്ട് കരഞ്ഞു ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? പടച്ചോനെ, അന്നാഹാദ, പടച്ചോനെ ഇതെന്തുകൊണ്ടാണ് ഞാൻ സ്വർഗത്തേക്ക് എത്തിയത്? കാരണം ഞാൻ മരിക്കും വരെ എന്റെ ജീവിതത്തിലെ അമലുകൾ വെച്ച് നോക്കുമ്പോൾ നരകത്തിലാണല്ലോ. അള്ളാന്റെ വാക്കെന്താ അറിയോ? ഇസ്തിഗ്ഫാർ വലദിക ലക, നിനക്ക് കുറെ മക്കളില്ലേനോ, ആ മക്കൾ നിന്റെ മരണശേഷം നീ പഠിപ്പിച്ച ദീനിലായിരുന്നു അവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓരോ മക്കളുടെ പ്രാർത്ഥനയും അതുപോലെ ഇരട്ടി ഇരട്ടിയായി നിനക്ക് കൂലിയായി വന്നു. ആ മക്കളൊക്കെ ഖുർആൻ ഓതി, ഒരു പേജ് ഖുർആൻ ഓതുമ്പം 100 വാക്കുണ്ടെങ്കിൽ ആ 100 വാക്കിന് 1000 മിനിമം കൂലി. എങ്കിൽ 5 മക്കൾ ഓതുമ്പം 5000 ഹർഫുകൾ ഓതിയതിന്റെ കൂലി നിന്റെ ഖബറിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആ മക്കൾ പടച്ചോന്റെ പേരിൽ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിനീന് ഇരട്ടി ഇരട്ടിയായിട്ട് കൂലി മുഴുവനും നിന്റെ ഖബറിലേക്ക് വരുന്നു. അത് ഒന്നാകയായിട്ടാണ് നന്മയുടെ ത്രാസിലേക്ക് വന്നത്. സഹോദരങ്ങളെ, ഇത് കിട്ടണം. എന്താ പറഞ്ഞു വെച്ചാൽ
മക്കൾ എന്നുള്ളത് പടച്ചോന്റെ അനുഗ്രഹമാണ്. അത് അള്ളാഹ് നമുക്ക് നൽകുന്ന ഗിഫ്റ്റാണ്. കൂടുതൽ മക്കളെ കഴിയുന്നവർ അങ്ങതുപോലെ സംരക്ഷിച്ച് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ നല്ല ഒരു ഉപ്പയും ഉമ്മയും ആവുക എന്നതും നല്ല വല്യാപ്പയാവുക എന്നുള്ളതും അഭിമാനവും പ്രതിഫലാർഹവും പരലോകത്തെ സ്വർഗത്തിന് കാരണവും പ്രവാചകന്റെ ഇഷ്ടത്തിന് കാരണമാകുന്ന കാര്യമാണ് എന്ന അടിസ്ഥാനമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകുക. ഇത് രണ്ടും പറയാനുള്ളൊരു കാരണം എന്താ അറിയും? പുതിയ കാലഘട്ടത്ത് ഇതിപ്പോ ഖുത്ബ പറയുമ്പോൾ ചിലരുടെങ്കിലും മനസ്സിലെന്താ അറിയോ? എന്തിനാ അത് മിമ്പർമെന്ന് പറയുന്നത്? അത് പറയുന്നത് എന്താന്ന് മനസ്സിലാവും. പുതിയ കാലത്ത് നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് മക്കൾ എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസമായി അവർക്ക് സോഷ്യൽ മീഡിയയും അവർക്ക് മോട്ടിവേഷൻ എടുക്കുന്ന ക്ലാസ്സുകളും അവർ കേൾക്കുന്ന റീൽസിന്റെ ആളുകളും അവരെ പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ന് കുടുംബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കൾ എന്നുള്ളത് ആദ്യം തന്നെ നമ്മുടെ നാട്ടില് നമ്മൾ 2 നമുക്ക് 2 അന്നത്തെ മുദ്രാവാക്യം ഗവൺമെന്റ് തലത്തിൽ വരെ ഉണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞു നമ്മൾ 1 നമുക്കൊന്ന്. പുതിയ മുദ്രാവാക്യം എന്താ അറിയോ? നമ്മൾ 1 നമുക്കെന്തിന് മറ്റൊന്ന്. നമ്മൾ 1 നമുക്കെന്തിന് മറ്റൊന്ന്. വിവാഹം കഴിക്കുമ്പം ആദ്യത്തെ 1ാമത്തെ 2ാമത്തെ ദിവസം നമ്മുടെ പെൺകുട്ടികൾ അവരറിവില്ലാത്തതുകൊണ്ടാണ് അവര് പ്രഖ്യാപിക്കാൻ ആൺകുട്ടികൾ കൂടെ കൊടുക്കാണ്. എന്താ അറിയോ? 5 കൊല്ലത്തിന് മുണ്ടണ്ടട്ടോ. എന്താ 5 കൊല്ലത്തിന് മുണ്ടണ്ടെന്നറിയോ? 5 കൊല്ലത്തിന് മക്കൾ വേണ്ട. എന്റെ കാര്യം 5 കൊല്ലത്തിന് ഞാൻ വീട്ടിക്ക് പോകണില്ല തീരുമാനിക്കണ്ടോ? ഉണ്ടോ? ഇല്ല. 5 കൊല്ലത്തിന് നമ്മൾ ടൂർ പോകണില്ല തീരുമാനിക്കണ്ടോ? 5 കൊല്ലത്തിന് ഏതായാലും കല്യാണം ഇനി പഠിപ്പ് നിർത്താൻ തീരുമാനിക്കണ്ടോ? 5 കൊല്ലത്തിന് എന്റെ കൂട്ടുകാരത്തിന്റെ അവിടുത്തെ സൽക്കാരത്തിന് കല്യാണത്തിന് പോകണില്ല തീരുമാനിക്കണ്ടോ? ഇതൊക്കെ നടക്കുന്നുണ്ട്. 5 കൊല്ലത്തിന് കുട്ടികൾ വേണ്ട. ആ ചിന്തന്റെ ബേസ് എന്താ അറിയോ? കുട്ടികൾ ഷർറാണ്. നാവോണ്ട് ഇപ്പൊ പറഞ്ഞിട്ടില്ല. കുട്ടികൾ ബുദ്ധിമുട്ടാണ്, കുട്ടികൾ ഇടങ്ങേറാണ്, കുട്ടികൾ ജീവിതത്തിന്റെ പ്രതിസന്ധിയാണ് എന്ന് ഹൃദയത്തിൽ ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ടാണ് മാക്സിമം ഞാൻ അടുത്ത വാക്കെന്താ പറയോ? 1 2 അതിന്റെ അപ്പുറം ഇങ്ങോട്ട് പറയണ്ടേ? 1 2 അതിന്റെ അപ്പുറം ഇങ്ങോട്ട് പറയണ്ട. ആ വാചകക്ക് ഭയങ്കര സംഭവമായിട്ട് നമ്മളെ കുട്ടികൾ കരുതുന്നത് 1 2 എന്തേ സോങ്ങൾ എങ്ങനെ പറയാൻ കാരണം അറിയോ? ഹൃദയത്തിൽ പടച്ചോൻ തന്ന അനുഗ്രഹത്തെ തിരിച്ചറിയാൻ കഴിയാത്തതിന്റെ അത്രയും ഈമാനിന്റെ കുറവ്. 2 ശൈത്താൻ അത്രമാത്രം മനസ്സിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ അറിയണം. എല്ലാരും പുതിയതായി കല്യാണം കഴിച്ചാലും ഇതിന് കൂടെ നിൽക്കണ ആരൊക്കെ ഉണ്ട്, ആണാകട്ടെ പെണ്ണാട്ടെ, സോങ്ങളെ നമ്മൾ ചികിത്സിച്ചതുകൊണ്ടോ നമ്മൾ അധ്വാനിച്ചത് കൊണ്ടോ നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ടോ മാത്രം കുട്ടികളുടെ അനുഭവിച്ചോരാ നമ്മൾ അല്ലേ? അനുഭവിച്ചോരാൻ നമ്മൾ ചിലപ്പം പടച്ചോനോട് 3 കൊല്ലം കഴിഞ്ഞിട്ട് മതി, 4 കൊല്ലം കഴിഞ്ഞിട്ട് മതി, 4 കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിക്കാൻ നമ്മുടെ കയ്യിലാണ്. ആണോ? എത്ര അനുഭവങ്ങൾ ഓരോരുത്തർക്ക് പറയണ്ടാവും. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് സോങ്ങളെ, കല്യാണം കഴിഞ്ഞിട്ട് 4ാമത്തെ മാസം ഭാര്യ ഗർഭിണിയായി. പോന്റെ അമ്മ നിസ്കരിക്കണേ പർദി മഫ്തൊക്കെ ഇടുന്ന തന്നെയാണ് ഉമ്മ വന്നിട്ട് 4ാം മാസം തന്നെ ഗർഭിണിയായ മോശമാണ്. നമ്മളെ നാട്ടിലത്തെ ചിന്താഗതി ഞങ്ങൾ അബൂജാലിന്റെ കൂടെ പോയിക്കൂടെ? അതിനൊക്കെ എവിടുന്ന് 2026 ഇന്നാലും അത്തരം വർത്താനം നിർത്തണില്ല ആൾക്കാർ. മോശാണ്, 4ാം മാസം തന്നെ ഗർഭിണിയാകുക മോശാണ്. അതുകൊണ്ട് അവനെ നിർബന്ധിച്ചിട്ട് അബോർട്ട് ചെയ്യിപ്പിച്ചു. കൂടെ ഒരു പ്രോഗ്രാമിന് മുമ്പ് അവൻ ഡ്രൈവറായിട്ട് കൂടെ യാത്രയിൽ വണ്ടി ഓടിച്ചോണ്ട് കരഞ്ഞിട്ട് പറഞ്ഞ വാചകം എന്താ അറിയോ? 1ാമത്തെ കുട്ടിനമ്മാന്റെ നിർബന്ധത്തിന് വേണ്ടി 4ാം മാസം തന്നെ ഗർഭിണിയായപ്പം മോശാണ്, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോ ഞാൻ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അബോർട്ട് ചെയ്തു. മോലി 12 കൊല്ലായി, പിന്നെ എനിക്ക് കുട്ടികളുണ്ടായിട്ടില്ല. ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ വാചകം, ഇനി ചിലപ്പോ മരുന്ന് കൊണ്ടും ഫലം ഉണ്ടാകും തോന്നണില്ല. പടച്ചോൻ കുറച്ചു കാലം അതിനുള്ള ത്വാഖത്ത് പടച്ചോൻ തന്നിരുന്നു. അന്നല്ല തന്നത് നിങ്ങൾ ഒഴിവാക്കിയില്ലേ? ഇനി പടച്ചോനോട് ചോദിക്കണീന് വരെ എനിക്കറിയില്ലട്ടോ, നിങ്ങൾ ഏതൊരു പ്രാർത്ഥിച്ചോളിൻ. അദ്ദേഹം വാനത്തിരുന്നിട്ട് ആ കുട്ടി, ഞാൻ പറഞ്ഞ ആ യുവാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കം തരും, പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല. പടച്ചോൻക്ക് തന്നതല്ലേ, ഇനിയോ ഞാൻ കൊണ്ടുപോയിട്ട് കളഞ്ഞതല്ലേ? ഉമ്മാരെ, പെൺകുട്ടിയാളെ, ആൺകുട്ടിയാളെ, പലരക്ക് പീടിയുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതല്ല. അതുകൊണ്ട് അല്ല യഹബു എന്ന് പറഞ്ഞ് അല്ല ഇഷ്ടപ്പെട്ട് തരുന്നതാണിത്. എനിക്ക് ജർമ്മനിക്കും എനിക്ക് കാനഡയ്ക്കും എനിക്ക് മഞ്ഞക്കൂടെ മണാലിക്കും പോകാൻ കുട്ടി തടസ്സാന്ന് വിചാരിക്കുമ്പോഴേ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവനാനൊരു കാലം വരുമ്പോ അല്ല ഞാൻ ഇക്കോട്ടെ മൈമൂന, ഞാൻ ഇക്കോട്ടെ മുഹമ്മദ്, ഇനി ചോദിച്ചോ ഞാൻ തരാന്ന് പറഞ്ഞ അല്ല അല്ല തരും.
മക്കളുടെ ജീവിതത്തിൽ മടുപ്പും പ്രയാസമാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടാക്കുമ്പോഴേ പടച്ചോനോടും ഖുർആനോടും ധിക്കാരം പ്രവർത്തിക്കണോനാണ് എന്ന് തിരിച്ചറിവെങ്കിലും ഉണ്ടാകണം. ഒരു പ്രോഗ്രാം, ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയി, വലിയൊരു വീട്, ഭക്ഷണം അവിടെ ഉണ്ട്, വലിയൊരു വീടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണ് ആ വീട്ടിലുള്ളത്, വലിയ വീട്. സ്വാഭാവികമായിട്ട് സംസാരത്തിന് ഞാൻ ചോദിച്ചു, മക്കൾ, ഒരു കുട്ടിയാണ് മൗലവി ഉള്ളത്, പെൺകുട്ടിയാണ്, ദുബായിലാണ്, ഭർത്താവിന്റെ കൂടെയാണ്. അപ്പൊ സ്വാഭാവിക സംസാരത്തിൽ ഒരു കുട്ടിയുള്ളോ? അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? കല്യാണം കഴിഞ്ഞു, കുറച്ച് മാസത്തിനുള്ളിൽ ഭാര്യ ഗർഭിണിയായി. അവളുടെ വീട്ടുകാര് ഉമ്മയും എല്ലാരും വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ തന്നെ ഗർഭിണിയാവുമ്പോ എന്താ പെങ്ങൾക്കൊന്നും ജീവിതം ആസ്വദിക്കാൻ കഴിയും, ഒക്കെ പാടെ പറഞ്ഞു. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു പോലും. ഞാൻ വന്നിട്ട് പറഞ്ഞു, അള്ള എനിക്ക് തന്നതാണ്, ഞാൻ അതേതായാലും നിങ്ങളുടെ വർത്താനം കേട്ടിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണില്ല. അദ്ദേഹം പറഞ്ഞ വാചകം തരും, എന്റെ കുട്ടി ജനിച്ചു 4-5 മാസം കഴിഞ്ഞപ്പം ഞാൻ മൂത്രമൊഴിക്കുമ്പോൾ മൂത്രത്തിലൂടെ രക്തത്തിന്റെ കളറ് കാണാൻ തുടങ്ങി. ചെക്ക് ചെയ്തപ്പം ക്യാൻസറാണ്, ടെസ്റ്റിക്കുലാർ ക്യാൻസർ, വൃഷണത്തിനുണ്ടാകുന്ന ക്യാൻസറാണ്. അതിൽ തന്നെ സെമിനോമ എന്ന് പറയുന്ന ഇനാണ് എനിക്കുണ്ടായത്. കീമോ ചെയ്തു. കീമോ ചെയ്യുമ്പോ ഡോക്ടർ ഒറ്റ വാക്ക പറഞ്ഞു, കീമോ ചെയ്യാം, 90% പരിഹരിക്കും, പക്ഷെ പിന്നീട് കുട്ടി ഉണ്ടാവില്ല കേട്ടോ. അദ്ദേഹം വാക്കെന്ന് പറയും, ഞാനെങ്ങാനും നാട്ടുകാരുടെയും അങ്ങാടിക്കാരുടെയും അവരെയും വാർത്ത കേട്ടിട്ട് വർത്താനം കേട്ടിട്ട് പടച്ചോനെതിരങ്ങാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മൗലവി, ഈ 2 നില വീടിന്റെ ഉള്ളിൽ ഞാനോളും ഒറ്റക്കട് ജീവിക്കേണ്ടെന്ന്. ഇനി പടച്ചോനെ തള്ളാത്തത് കൊണ്ട് അള്ളാഹു എനിക്കൊരു കുട്ടിനെ തന്നു. ഞാൻ എന്തിനാ പറയണറിയോ? നമ്മുടെ മനസ്സിൽ ആൺകുട്ടികളെ, പെൺകുട്ടികളെ, നമ്മളത്ര നമ്മളെ വാപ്പാരും വല്യാപ്പാരും സൈക്കോളജി പഠിക്കാത്തോണ്ട് നമ്മളുണ്ടായി. നമ്മളത്ര വാപ്പിയമ്മേൻ കണക്കുകൂട്ടിയാണ്ട് ഇങ്ങനെ 4 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോകണം, അതുകൊണ്ട് കുട്ടി തടസ്സവും, 8 കൊല്ലത്തിനുള്ളിൽ ജീവിതം ആസ്വദിക്കണം, കെട്ടിപ്പടിക്കണം, ഈ ചിന്ത ഉണ്ടല്ലോ. ഇതില്ലാത്തതുകൊണ്ട് നമ്മളെ വാപ്പിയമ്മയും നമ്മളത്രക്ക് പഠിപ്പില്ല, നമ്മളത്രക്ക് വിവരമില്ല. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ജീവിതത്തിൽ നമ്മളവർ സ്നേഹിച്ചു, അള്ളാനെ സ്നേഹിച്ചു. അവരെന്താ ജീവിതത്തിൽ ചെയ്തറിയോ? അവർ മനസ്സിൽ ഉറപ്പിച്ചു. എന്തുറപ്പിച്ചു? അള്ളാന്റെ കലാമൺ ഉറപ്പിച്ചു. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ദുനിയാവിൽ ഒരു കുട്ടിണ്ടായി എന്നുള്ളതിന്റെ പേരിൽ എന്റെ ടൂറോ എന്റെ പഠനമോ അവന്റെ പട്ടിണിയോ പടച്ചോൻ വരുത്തൂല. ഞാൻ ഈമാനോടുകൂടി മുന്നോട്ട് പോയാൽ മറ്റൊരു വഴിയിലൂടെ എന്റെ ആഗ്രഹം അള്ള പരിഹരിച്ചു തരും എന്ന ദീനമേ നമ്മളെ വാപ്പിയും വല്യാപ്പണ് നിന്നു. ഇതിങ്ങനെ മാറിപ്പോണ്. അതുകൊണ്ട് അത് തുടക്കത്തിൽ പറയണേ. ചിലവർക്കെങ്കിലും തോന്നുന്നു, എന്തിനാ അപ്പൊ കൂടുതൽ മക്കളെ മിമ്പർമ പറയണത്? ഒരു കുട്ടി ഉണ്ടാണത് തടസ്സാന്ന് വിചാരിക്കാൻ നമ്മളെ കുട്ടികള്. ഒരു കുട്ടി ഉണ്ടാണത് കുട്ടികൾ തന്നെ വേണ്ട. ഞാൻ ബോധ്യത്തിലാ പറയണത്. തൗഹീദി കുടുംബത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തീരുമാനിക്കാം. മക്കള് വേണ്ട. ഡോക്ടർമാരാണ് ചിലര്, എഞ്ചിനീയർമാരാണ്. എന്റെ ആസ്വാദനം നിൽക്കുമല്ലോ, ജീവിതത്തിൽ ഉണ്ടാക്കിയത് ആസ്വാദം നിൽക്കും. ആസ്വാദം നിൽക്കാൻ മക്കൾ ഉണ്ടാകുന്നില്ല. ഇതീ കൂടെ അങ്ങനെ പോകുമ്പോഴേ എതിർദിശയിൽ നിന്ന് കുടിച്ചിട്ട് ഒരാൾ വണ്ടിയും കൊണ്ട് വന്നാൽ മതി. അവനാന്റെ വണ്ടിമേൽ കുത്തിയിട്ട് ഏതെങ്കിലും ഓവുചാലിലേക്ക് വീണാൽ ആസ്വാദനം നിൽക്കും. അത് ഈ പോണ ടൂർ പോലൊന്നല്ല. ജീവിതത്തിൽ മനസ്സിലാക്കുക, പടച്ചോൻ തന്നെ സമ്മാനത്തുണ്ടല്ലോ. ബാക്കിയുള്ളവരുടെ റീൽസും കേട്ട് നമ്മൾ തട്ടിക്കളഞ്ഞാൽ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് വരും, നമ്മുടെ മനസ്സിലുണ്ടാകുക. അതോടൊപ്പം ഉമ്മാനും പാപ്പാടും നമ്മുടെ മക്കളിലോ നമ്മുടെ പേരക്കുട്ടികളിലോ നമ്മുടെ മരുമക്കളിലോ 1, 2, 3 മക്കളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ജിങ്ങനെ പെറുകയാണില്ലേ. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞു, ജിങ്ങനെ പെറ്റുകൂട്ടാണില്ലേ, എനിക്ക് വേറൊന്നും പരിപാടിയില്ലല്ലേ, ഓന് തന്നെയല്ലേ പരിപാടി എന്ന ലോക്കൽ വർത്താനം ഉണ്ടല്ലോ. ലോക്കൽ വർത്താനം മുഴുവനും മതവിരുദ്ധാണ്. ഇത് നമ്മുടെ നാട്ടിലുണ്ട്, നടന്നുകൊണ്ടിട്ടുണ്ട്. കാലം കൂടുമ്പോഴും വീട്ടിന്റെ അകത്തളങ്ങളിൽ അനിസ്ലാമിക സംസാരം നടക്കുന്നുണ്ട്. ഒഴിവാക്കണം, ഉറപ്പാണ്. എന്തുകൊണ്ട്? പടച്ചോൻ തന്ന നിഅമത്താണ്. കാലാവസ്ഥയെ കുറ്റം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കില്ലേ, വലാ തുസുബ്ബുദ്ദഹറ, അല്ല തന്ന അനുഗ്രഹ കാലാവസ്ഥ, അതിനൊരിക്കലും ആക്ഷേപിക്കരുത്. കാരണം എന്താണ്? അനദ്ദഹർ, അള്ളയാണ് കാലാവസ്ഥ. പടച്ചോൻ തന്ന നിഅമത്തിനെ തള്ളിപ്പറയുന്നവൻ അള്ളാനെ തള്ളിപ്പറയാൻ. ഇനി ആർക്കെങ്കിലും കുട്ടികൾ ഭാരാണ്, ഇതൊക്കെ പ്രയാസാന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ലേ, ഓരെന്താ ചെയ്യേണ്ടറിയോ? ഒറ്റ കാര്യം ചെയ്യാം. ഈ നാട്ടിൽ മക്കളില്ലാത്ത വാപ്പാനിമാരുടെ അടുത്തേക്കൊന്ന് പോവുക. ഇവിടുന്ന് ചോദിച്ചു നോക്കോണ്ടി, ഉമ്മ വാപ്പ കുട്ടികളുണ്ടാണത് ഭയങ്കര തടസ്സാണില്ലേ, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മതിയില്ലേ,
കൂടുതൽ കുട്ടികൾ ഉണ്ടാകുക എന്നുള്ള ഇടങ്ങേറാണില്ലേ. സംസാരം മുഴുവിക്കാൻ പോലും ഒരു സമ്മതിക്കൂല, വായ പൊത്തിപ്പിടിക്കും. എന്നിട്ട് പറയും, ഇന്നേ അങ്ങനെ ഒരു വാചകം പറയല്ലോ. എന്തേ കാരണം സുഹൃങ്ങളെ, ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ പൈസയും ഈ നാട്ടിലെ ഓരോ ചികിത്സക്കും അലോപ്പതി കഴിഞ്ഞ്, ഹോമിയോപ്പതി കഴിഞ്ഞ്, ആയുർവേദവും കഴിഞ്ഞ് അള്ളാനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രതീക്ഷയോടെ 20ഉം 25ഉം കൊല്ലം ജീവിക്കണ മനുഷ്യന്മാരുണ്ട് അവിടെ. ഉമ്മാരൊക്കെ ചില വാചകം പറഞ്ഞത്, മൗലവി 2 കയ്യില്ലാത്തൊരു കുട്ടിയെ തന്നാലും മതിയനി, എനിക്കൊന്ന് ജീവിതത്തിൽ പോറ്റിക്കൊണ്ടിറക്കാനാണ്. അത്തരം ആയിരക്കണക്കിന് ഉമ്മമാർ ജീവിതത്തിൽ സമ്പാദിച്ച മുഴുവൻ പൈസ ഉണ്ടല്ലോ, മുഴുവൻ പൈസയും ഗൈനക്കോളജിസ്റ്റിനെ മുന്നിൽ കൊണ്ടിട്ട്, ഡോക്ടർമാരുടെ മുന്നിൽ കൊണ്ടിട്ട് ഇങ്ങനെ എഴുതിയിട്ട് മുഴുവൻ എഴുതിത്തോളി, ഒരു കുട്ടിനെ തന്നാ മതി, മുഴുവൻ എഴുതിത്തോളി, ഒരൊറ്റ കുട്ടിനെ തന്നാ മതി എന്ന് ദുനിയാവിൽ പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് നമ്മുടെ കുടുംബക്കാരുടെ മുന്നിൽ വെച്ചിട്ടാണ് സഹോദരങ്ങളെ അനിസ്ലാമികമായ ചിന്ത ശൈത്വാൻ യുവാക്കളെ, യുവതികളെ, ഉമ്മാരെ, പെൺകുട്ടികളെ ഹൃദയത്തിലേക്ക് തിരികെ കയറ്റിയത്. മാറണം. ആ ഉമ്മാരൊക്കെ എത്ര ഉമ്മാരറിയോ ജീവിതത്തിൽ ഹജ്ജിലും ഉംറയിലും എഴുത്തിക്കാഫിലും തഹജ്ജുദിലും ഒരൊറ്റ കുട്ടിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ ഒരു കുട്ടി മതി, ഒരൊറ്റ കുട്ടി മതി. ആണാകട്ടെ പെണ്ണാകട്ടെ കൈയാകട്ടെ കാലാകട്ടെ, ഞാൻ എന്തെങ്കിലും സംഭവിച്ചോട്ടെ, നോക്കാനും പോറ്റാനും മുല കൊടുക്കാനും കൈപിടിക്കാനും അങ്ങാടി കൂടെ കൊണ്ടടക്കാനും തോളത്ത് വെച്ച് മദ്രസയിൽ കൊണ്ടുപോകാനും എന്റെ മാറോട് ചേർത്ത് പിടിക്കാനും പൗഡർ ഇട്ട് കൊടുക്കാനും ഉമ്മ കൊടുക്കാനും ഒരു കുട്ടിനെ മതി പടച്ചോനെ എന്ന് യാചിക്കുന്ന ആയിരക്കണക്കിന് ഉമ്മമാർക്കിടയിൽ എങ്ങനെയാ കുട്ടിയാണ് നമ്മൾ പറയുന്നത്? ഇതൊക്കെ പ്രയാസാണ്. പറയരുത്, നമ്മുടെ നാവോണ്ട് മിണ്ടരുത് ഒരിക്കൽ പോലും. ഇത് നമ്മുടെ മനസ്സിൽ കയറിയ കുടുംബജീവിതം കൊളാകാണ്. കുടുംബജീവിതം ഒരിക്കലും ഉണ്ടാകരുത്. സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാൻ, നമ്മൾ ബാക്കിയുള്ളതിനെ കുറ്റം പറഞ്ഞ പോലെ ഒറ്റ വാക്ക് കൂടി പറയാൻ, നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും മക്കളില്ലെങ്കിൽ അള്ളാഹു അവർക്ക് ഖൈറായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മക്കളില്ലാത്തവര്, ഞാൻ ഉമ്മമാരോട് നിങ്ങളോട് കുറ്റം ഉണ്ടായിട്ടില്ല കേട്ടോ. ഉമ്മാരെ, നിങ്ങൾക്കിടയിൽ കൂടുതൽ സംസാരം ഉണ്ടാകുന്നതുകൊണ്ടാണ്, തെറ്റാണ്, നിങ്ങൾ പുറത്തുവരും. ഒറ്റ കാര്യം, മക്കളില്ലാത്ത ഒരാളോട് ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്താ? പെണ്ണാകണമെങ്കിൽ പ്രസവിക്കണം. അനക്കൊരു കുട്ടി ഇല്ലല്ലേ, എന്നിട്ട് എന്തെങ്കിലും പോരാൻ പറ്റുമോ? അന്നെ വെറുതെ അല്ല കുട്ടികളില്ലാതെ വളർത്തുന്നത്, അനക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകണം. ഇങ്ങനൊക്കെ ഒരു വാചകം നാവുന്ന് അറിഞ്ഞിട്ടോ അറിയാതെയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, തൗബ ചെയ്യാതെ പടച്ചോനത് പുറത്തരൂല. തൗബ ചെയ്യാതെ ഒരു മനുഷ്യനോട് ഇജ് മച്ചിയാണില്ലേ, അനക്ക് പടച്ചോൻ കുട്ടികൾ തന്നില്ലേ, വെറുതെ അല്ലടി എനിക്ക് തരാത്തത്, അനക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകണട്ടോ, ഇങ്ങനെ തന്നെ മരിക്കട്ടോ എന്നൊക്കെ ഒരു വാചകം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മറക്കും. നെഞ്ചത്തേക്ക് 8 കത്തി ഒന്നിച്ച് കുത്തിയിറക്കണ വേദനയാണത്. മനസ്സൊന്നും മായൂല, ഹൃദയത്തിന്ന് മായൂല. ഒരു മനുഷ്യനെ ഇടങ്ങേറാക്കണിനും പറയണിനും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോത്തിനും അവനാന്റെ മരോളോട്, അവനാന്റെ പേരക്കുട്ടികളോട്, അവനാന്റെ മരുമകനോട്, അവനാന്റെ അയലോക്കക്കാരോട്, കുടുംബത്തിലെ ആൾക്കാരോട് ഇങ്ങനൊരു വാചകം പറഞ്ഞാൽ ഖുർആന്റെ വാക്കെന്താ അറിയോ? നമ്മളെ മക്കളില്ല എന്നുള്ളത് ഒരിക്കൽ പോലും പടച്ചോന്റെ ശിക്ഷയല്ല, ആണെന്ന് പറഞ്ഞ ഖുർആൻ നിഷേധിയാണ്. ഖുർആൻ നിഷേധിയാണ്. ഖുർആൻ വായിക്കാൻ അറിയാത്തവനാണ്. അള്ളാന്റെ വാക്കെന്താ അറിയോ? ആർക്കെങ്കിലും കുട്ടികളില്ലെങ്കിൽ യജ്അലു മൻ യശാഉ അഖീമ, ഞാൻ ചിലർക്ക് പൈസ കൊടുക്കാതെ ദരിദ്രം ദുനിയാവിൽ കൊടുക്കൂലേ, ചിലർക്ക് ഞാൻ കയ്യോ കാലിലോ അംഗവൈകല്യം കൊടുക്കൂലേ, അതേപോലെ സ്വർഗത്തിന് വേണ്ടി ക്ഷമിച്ച് സ്വർഗത്ത് പോകാൻ അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ് ചിലർക്ക് ഞാൻ മക്കളെ കൊടുക്കണില്ല എന്നുള്ളത്. അവിടെ നമ്മൾ ആക്ഷേപിക്കുമ്പം നബിന്റെ ഒരു ഹദീസ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഇത് പ്രവാചകന്റെ ഒരു ഹദീസാണ്, മനസ്സിലുണ്ടാണ്, പ്രവാചകന്റെ ഹദീസാണ്. ഇദാ കസുറത്തു ദുനൂബുൽ അബ്ദി, നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞ് നമുക്ക് കുട്ടികളുണ്ടാവും, ബാക്കിയുള്ളവരെ അനക്ക് കുട്ടികളുണ്ടാണില്ലല്ലേ, ഇത് അങ്ങനെയാണില്ലേ, ഇതെന്തേ ഓനെ കെട്ടിയതുകൊണ്ടല്ലേ, ബല കെട്ടിയതുകൊണ്ടല്ലേ, നല്ലപോലെ ജീവിക്കാത്തോണ്ടല്ലേ, ഇതൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴേ വലം യകുല്ലഹു മാ യുകഫിറുഹാ മിനൽ അമൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ പാപങ്ങളൊന്നും പുറത്തു കിട്ടില്ലെങ്കിൽ അത്ര ഹൃദയത്തിക്കറങ്ങണ കുറ്റമുള്ള വാക്കാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ അല്ലാഹ് എന്താ ചെയ്യാറിയോ? ഇബ്തലാഹുല്ലാഹു ബിൽ ഹുസ്ൻ, പടച്ചോൻ നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ ഇരട്ടി ദുഃഖം തന്നുള്ള പരീക്ഷിക്കും. ഇത് മനസ്സൊന്ന് പോരുത്. നമ്മക്ക് അല്ല തന്നപ്പോ കയ്യ്, ഈ കയ്യിന് അല്ല തന്നു, മറ്റൊരാൾക്ക് കൈയ്യെടുത്ത് കയ്യിന് അള്ളാഹു
കയ്യിന് ബലം കൊടുത്തില്ല. ബലം കൊടുക്കാത്തവനെ നമ്മൾ ആക്ഷേപിച്ചാൽ അള്ളാന്റെ റസൂലിന്റെ വാക്കെന്നറിയോ, ചിലപ്പോൾ 2 കൈയോ 2 കാലോ തളരുന്നൊരവസ്ഥയിലേക്ക് ദുഃഖം അള്ള തരും. ഞാൻ ഇനി പറയാൻ പോണത് അനുഭവം മാത്രമാണ്, തെളിവല്ല. അനുഭവമാണ് ഈ പറയാൻ പോണത്, തെളിവല്ല, അനുഭവമാണ്. പക്ഷേ ചില ഹദീസുകൾ കേൾക്കുമ്പോൾ അതിന്റെ അന്വർത്ഥമാണോ എന്ന് തോന്നും. ഒരു പണ്ഡിതൻ പറഞ്ഞേ, അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക് ഒരു ഉമ്മ എന്നും വന്നിട്ട് പറയും, മൗലവി നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഒരിക്കൽ ഉമ്മ വന്നിട്ട് പറഞ്ഞു, മൗലവി ഉസ്താദെ, നമ്മുടെ ക്ലാസ് കേൾക്കുന്നതിൽ എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരി എന്നും എനിക്ക് കുട്ടികൾ ഉണ്ടാകാത്തതിനെ പറ്റിയിട്ട് ആക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ കുറ്റം പറയും. ഇന്റെ കുഴപ്പമാണ്, ഇത് അങ്ങനെ ആയതുകൊണ്ടാണ്, പടച്ചോൻ എന്നെ ഇഷ്ടല്ല, എനിക്ക് ഭയങ്കര വേദനയാണ്, നിങ്ങൾ പറ്റുമെങ്കിൽ ക്ലാസ്സിലൊന്ന് പറയണം, ഇങ്ങനെ കുറ്റം പറയരുത്, നെഞ്ച് കീറുന്ന പോലെയാണ്. അദ്ദേഹം പണ്ഡിതൻ പറഞ്ഞ വാക്കെന്നറിയോ, ഇതൊക്കെ കഴിഞ്ഞു 1 കൊല്ലം കഴിഞ്ഞു. ആ കുറ്റം പറഞ്ഞ് ഇന്ന് എത്താത്താക്ക് 2 ആൺകുട്ടികളുണ്ടായില്. 2 പേരും കുളിക്കാൻ പോയി, ഒരാൾ വെള്ളത്തിൽ മുങ്ങി, 2ാമത്തെ ആൾ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി, 2 പേരും ഒറ്റ ദിവസം മരിച്ചു. ഇത് ഇസ്ലാമിലെ തെളിവല്ലോ, തെളിവല്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ ഹദീസ് എന്തുണ്ടറിയോ, നമ്മൾ മറ്റൊരാളെ അയാളുടെ ന്യൂനതയെ വെച്ച് കളിയാക്കിയാൽ, ആക്ഷേപിച്ചാൽ പടച്ചവൻ അതിന്റെ ഇരട്ടി പരീക്ഷണമായി നമ്മളിൽ ദുഃഖം തരും. സഹോദരങ്ങളെ, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ വകയായി അവർക്ക് സന്തോഷം കൈമാറണം. ഒരിക്കൽ പോലും മക്കൾ, പ്രസവം, ഗർഭധാരണം ഇത് സങ്കടമാണ്, പ്രയാസാണ്, സ്വാതന്ത്ര്യത്തിനെതിരാണ്, ടൂറിനെതിരാണ് എന്ന് കരുതുന്നത് ശൈത്വാനിയത്താണ് കൂട്ടരെ. ജീവിതത്തിൽ നമ്മളെ വാപ്പാരും വല്യാപ്പാരും പട്ടിണി കടന്നപ്പോഴും അവർ മരം വെച്ച് ജീവിതത്തിൽ വലിച്ചു കൊണ്ടുപോയപ്പോഴും ഈ നാട്ടിലൂടെ ചെറിയ ചെറിയ പീഡികത്തിണ്ടയിൽ നിന്ന് ജോലി ചെയ്ത് വളരുമ്പോഴും അവരുടെ വീട്ടിൽ 7, 6, 8 മക്കളുണ്ടായവരിൽ പേരക്കുട്ടികളും മക്കളുമായിട്ട് വളർന്നോല നമ്മൾക്ക് ഇന്ന് അള്ളാഹു സമ്പത്ത് തന്നു. ഈ സമ്പത്ത് കിട്ടിയിടത്തു നിന്ന് ബാപ്പാന്റെയും ഉമ്മാന്റെയും വെല്ലിമ്മാന്റെയും ഈമാന് പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, മക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, ധാരണകളാണ്, തെറ്റായ ധാരണകളാണ് നമ്മൾ പറയുന്നത്. അതിൽ എല്ലാവർക്കും അറിയുന്നതും ഇന്നും സുപരിചിതമായൊരു സംഗതിയാണ്. ജാഹിലിയ കാലഘട്ടത്തുണ്ടായത് ഇന്നും നിലനിൽക്കുന്ന ഒരു സാധനമാണ്. ഖുർആന്റെ ആയത്താട്ടോ, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ. അള്ളാന്റെ വാക്കിട്ടോ, ചിലർക്ക് ഞാൻ പെൺകുട്ടികളെ സമ്മാനമായി കൊടുക്കും, പക്ഷേ വല്ല വജ്ഹുഹു മുസ്വദ്ദ, അവരുടെ മുഖം പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ മുഖം കറുക്കും. വഹുവ ഖലീം, കോപം കൊണ്ടൊരാൾ മുഖം കറുക്കും പോലെ. ഇത് അള്ളാന്റെ ആയത്ത്. ജാഹിലിയത്തിലെ ആൾക്കാരെ പറ്റി പറഞ്ഞാണ്. ഓലെ കുട്ടിക്ക്, ആ കുടുംബത്തിലെ എല്ലാ കുട്ടികളും പെൺകുട്ടികളാണ് എന്ന് ഞാൻ അങ്ങനെ കൊടുക്കണമെങ്കിൽ അവര് ഭയങ്കര ദുഃഖിതരും ദേഷ്യക്കാരും വരും. ഞാൻ സ്വങ്ങളെ കണ്ടിട്ടുണ്ട്, ഞാൻ നേർക്കുനേരെ പറയാം, കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഏകദേശം ധാരണ, കുടുംബത്തിന്റെ ധാരണ ആൺകുട്ടി ആകുന്നാട്ടോ. എന്നിട്ട് ലഡു ഹോസ്പിറ്റലിൽ ഇങ്ങനെ പേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. ലഡു ഡോക്ടർ വന്നിട്ട് പ്രസവിച്ചു എന്ന് പറഞ്ഞു. എന്ത് കുട്ടിയെ ചോ, പെൺകുട്ടി പറഞ്ഞപ്പോൾ ലഡുവിന്റെ പാക്കറ്റ് ഇങ്ങനെ പിടിച്ച വെല്ലിമല്ലേ, വെല്ലിമ അവിടെ നിട്ടാണ്ട് ഒരൊറ്റ പോക്ക് ചീത്ത പറഞ്ഞിട്ട് കുറെ കാത്തുനിന്ന് വെറുതെ എന്തിനാന്നൊക്കെ ആ പാവ സ്ത്രീന്റെ തെറി പറയണ പോലെ ചീത്തറിന് പോയി. ഇങ്ങോട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടേ, ഏതായാലും വാങ്ങിയല്ലേ കൊടുത്തൂടെ ആൾക്കാർക്ക്. നിങ്ങൾ എന്താ, ഞാൻ മനസ്സിലായത് എന്താ ഇവരൊക്കെ ദീനോണ്ട് വിചാരിച്ചിരിക്കണേ. ഇങ്ങനെ ഒരു തൊപ്പിയും ഇങ്ങനെ ഒരു നെര്യാണിയും നിസ്കാരത്തായമ്പുണ്ടായി. നമ്മളിതാ ദീന്, ഇതാ ദീന്. എനിക്കൊരു പെൺകുട്ടിനെ അള്ള തന്നു. നമ്മളെ ഇവിടെ ഇരിക്കണേ, ഞാൻ ആൺകുട്ടിയാണല്ലോ, നമ്മൾ ആണുങ്ങളാണല്ലോ. നമ്മക്കൊന്നും അള്ള പറയാത്ത എത്ര ശ്രേഷ്ഠതയാ കുട്ടിയെ പെൺകുട്ടികളെ വിഷയത്തിൽ അള്ള പറഞ്ഞ് 3 മാത്രം പറയാം. 3 മാത്രം. ബാപ്പാരെ, നാട്ടിലുള്ള ഉമ്മാരെ, നാട്ടിലുള്ള ആര് പറഞ്ഞാലും മക്കൾക്ക് ജന്മം നൽകിയ അള്ളല്ലേ, തിരിച്ചു പോകേണ്ട അള്ളാന്റെ അക്കലല്ലേ, പരലോകത്ത് വിചാരണ അള്ളല്ലേ, ഭക്ഷണം തന്നെ അള്ളല്ലേ. അള്ള പറഞ്ഞോടത്ത് നിന്നാ സന്തോഷം ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ വിടിൻ, ഓല് പറഞ്ഞ കേട്ടോട്ടെ, ഓർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ. അള്ളാഹ് റസൂൽ പറഞ്ഞ വാക്ക് 1 പെട്ടെന്ന് ഹദീസ് വായിക്കണം. 1,
പ്രവാചകന്റെ വാക്ക്, മൻ ഇബ്തലാ മിൻ ഹാദിഹിൽ ബനാത്ത് ബിശൈഇൻ, ഒരാൾക്ക് അല്ലാഹു പെൺകുട്ടികളെ കൊടുത്തു, ഫഅഹ്സിന ഇലൈഹിൻ, ഓലെ നല്ലപോലെ ആ വാപ്പാക്കോട് കണ്ണിനമാരി വാപ്പ വളർത്തി എങ്കിൽ കുന്ന ലഹു സിത്റൻ മിനന്നാർ, ആ പെൺകുട്ടികൾ, വീണ്ടും പറയണം, ആ പെൺകുട്ടികൾ ആ വാപ്പാക്കും ഉമ്മാക്കും നരകത്തിലെ മറയാക്കും. അല്ലാഹു പറയും, 3 പെൺകുട്ടിയാളെ, 2 പെൺകുട്ടിയാളെ, 1 പെൺകുട്ടിനെ നല്ലപോലെ വളർത്തിയത് കൊണ്ട് നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് ആ പെൺകുട്ടികൾ മറയായി നിൽക്കും. ആൺകുട്ടിയായി നമ്മളല്ല, ആൺകുട്ടികളെ നല്ലപോലെ വളർത്തിയാൽ ആ കുട്ടികൾക്ക് നല്ല രൂപത്തിൽ വളർത്തിയ സ്വർഗം കിട്ടും. നരകത്തിന്റെ മറയാക്കി അള്ളാഹു വെച്ചത് പെൺകുട്ടികളെ വളർത്തുന്ന വാപ്പാനി ഇമ്മാനെയാണ്. 2 പ്രവാചകൻ വീണ്ടും പറയാൻ, മൻ കാൻ ലഹു സലാസു ബനാത്ത്, ഒരാൾക്ക് 3 പെൺകുട്ടിയാളുണ്ട്, ഫഹ്സിൻ സുഹബത്തുൻ, അവരെ നല്ലപോലെ വാപ്പിമ്മി നോക്കി, ഫലഹു അൽ ജന്ന, എങ്കിൽ ആ വാപ്പാക്കും ഉമ്മാക്കും ഉറപ്പായിട്ട് സ്വർഗമുണ്ട്. തൗഹീദ് നിസ്കാരമുണ്ടോ, ഇസ്ലാമാണോ, സ്വർഗമുണ്ട്. എന്തേ കാരണം? പെൺകുട്ടികളെ വളർത്തി. ഉടനെ ഇത് നബി മദീന പള്ളിയിൽ ഇതേപോലെ ക്ലാസ് എടുക്കുകയാണ്. ഇപ്പൊ ഒരു സഹാബി എഴുന്നേറ്റ് നബിയോട് ചോദിച്ചു, നബിയെ എനിക്ക് 2 പെൺകുട്ടികൾ, അപ്പോഴോ, കാരണം ഹദീസിൽ 3 എണ്ണാണ്. നബി പറഞ്ഞു, നിനക്കും ഉണ്ടാവും സ്വർഗം. ഏറ്റവും ബാക്കുന്ന ഒരു സഹാബി എഴുന്നേറ്റ്, നബിയെ എനിക്കൊരു പെൺകുട്ടിയാണ്, നിനക്കും ഉണ്ടാവും സ്വർഗം. നമ്മളെ പെൺകുട്ടികളെ നമ്മളെ സ്വർഗവും നരകമോചനവും, അതാണ് ദീന്. അങ്ങാടിത്തോല് പറയുന്നുണ്ടല്ലോ, അങ്ങാടിത്തോല് പറയണേ, ഖുർആനും ഹദീസും ഒരു സാധനം വായിക്കാതെ ഇപ്പോഴും ജാഹിലിയത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് അവസാനം നമ്മളെ ജീവിതത്തിൽ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞു, നരകത്തിന് മോചനമാണെന്ന് പറഞ്ഞു. ഇനി സ്വർഗം കിട്ടിയാൽ തന്നെ ആരപ്പം ജീവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിന്റെ ഹദീസ്, ജാഅ യൗമുൽ ഖിയാമ, പെൺകുട്ടികളെ നല്ലപോലെ നോക്കിയൊരു വാപ്പാനിമാനി അള്ളാഹ് നാളെ പരലോകത്ത് കൊണ്ടുവരും. അന, ഞാനുണ്ടാവും, വഹുവ, ആ നോക്കിയ വാപ്പിയും ഉണ്ടാവും, വമ്മ അസാബിഅഹു, നബി 2 പേരെ ഇങ്ങനെ ചേർത്തിട്ട് പറഞ്ഞു, ഇതുപോലെ ഉണ്ടാവും സ്വർഗത്തിൽ. അതിനേക്കാളും വലുത് എന്താണ്? പെൺകുട്ടികളെ, ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രയാസാണ്, ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, ഒരു ഇസ്ലാമും പഠിച്ചിട്ടില്ല, ദീനും പഠിച്ചിട്ടില്ല, പെണ്ണെന്താന്നും പഠിച്ചിട്ടില്ല, പെൺകുട്ടി എന്താന്നും പഠിച്ചിട്ടില്ല. ഒരു ആൺകുട്ടിക്ക് പോലും പറയാത്ത ശ്രേഷ്ഠതയാണ് ഒരു പെൺകുട്ടിയെ, 2 പെൺകുട്ടിയെ, 3 പെൺകുട്ടിയെ ഒരു വാപ്പിമ്മി നോക്കി അതിനു വേണ്ടി ഗൾഫിൽ പോയി, അതിനു വേണ്ടി ഉറക്കൊഴിച്ച്, അതിനുവേണ്ടി അധ്വാനിച്ച്, അവർക്ക് ഡ്രസ്സ്, അവർക്ക് പഠനം, അവർക്ക് ഭക്ഷണം, അവർക്ക് ദീൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞ പോലെ കൊടുത്താൽ ആ പെൺകുട്ടികൾ നരകത്തിന്റെ മറയാൻ, ആ പെൺകുട്ടികൾ സ്വർഗത്തിന്റെ കാരണമാണ്, ആ പെൺകുട്ടികൾ ബാപ്പാക്കുമ്മാക്കും നബിന്റെ കൂടെ സ്വർഗത്ത് പോകാൻ കാരണമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, ഞങ്ങളുടെ മക്കൾക്ക് നാഥ ഖൈറും ബർക്കത്തും സ്വർഗവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനത്തിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ നാഥ നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വിവാഹപരമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നാഥ ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, രോഗികളായ ആളുകൾക്ക് നാഥ രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ, വിദേശ നാടുകളിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ ഖൈറും ബർക്കത്തും ഹലാലായ മുറാദുകൾ പൂർത്തിയാക്കാനുള്ള തൗഫീക്കും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر من المؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.